الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-ബഖറ 221 അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് വലാ തൻകിഹുൽ മുശ്രികാത്ത് അവിശ്വാസിനികളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല ഹത്താ യുഅ്മിന്ന അവർ വിശ്വസിക്കുന്നതുവരെ വല അമത്തുൻ മുഅ്മിനത്തുൻ എന്നാൽ അതിന്റെ നേരെ വിപരീതം നോക്കൂ വല അമത്തുൻ മുഅ്മിനത്തുൻ വിശ്വാസിനികളായ അടിമ സ്ത്രീകൾ ഖൈറും മിൻ മുശ്രികത്തിൻ അവിശ്വാസിനികളായ സ്ത്രീകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാകുന്നു വലോ അഅ്ജബത്കും അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണെങ്കിലും ആ അവിശ്വാസിനികളായ സ്ത്രീകൾ നിങ്ങൾക്ക് ആകർഷണീയമായോ അത്ഭുതകരമായോ തോന്നിയാലും ശരി അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നിരോധിച്ചു. കാരണം നോക്കൂ, നിങ്ങൾ ഒരു അടിമ സ്ത്രീയെ മുഅ്മിനായ വിശ്വാസിനിയായ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചാലും ഒരിക്കലും അവിശ്വാസിനിയായ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു ഇവിടെ കൽപ്പിക്കുകയാണ്. ശേഷം നോക്കൂ, അതിന്റെ നേരെ വിപരീതം വല അബ്ദുൻ മുഅ്മിനുൻ ഒരു മുഅ്മിനായ വല അബ്ദുൻ മുഅ്മിനുൻ വിശ്വാസിയായ ഒരു അടിമ ഖൈറും മിൻ മുശ്രികിൻ നിങ്ങൾ ഇത് സ്ത്രീകളോടുള്ള കൽപ്പനയാണ്. ഖൈറും മിൻ മുശ്രികിൻ ഒരു അവിശ്വാസിയായ ആണിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം സ്ത്രീകളോടുള്ള പറയുകയാണ്. അത് ഒരു അടിമയായ വിശ്വാസിയായ അടിമയാണ് സ്ത്രീകളെ നിങ്ങൾക്ക് ഉത്തമം. വലോ അഅ്ജബക്കും നിങ്ങൾക്ക് അവർ ആകർഷണീയമായി തോന്നിയാലും ശരി. ഉലായിക കാരണം എന്താണ്? ഉലായിക അക്കൂട്ടർ ആ അവിശ്വാസികൾ യദുഊന ഇലന്നാർ അവർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. വല്ലാഹു അല്ലാഹു യദുഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറ ബിഇദ്നി അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാഹു മഗ്ഫിറത്തിലേക്കും പൊറുക്കലിലേക്കും സ്വർഗ്ഗത്തിലേക്കുമാണ് അല്ലാഹു ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ നേരായ പാതയിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. യുബയ്യിനു ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. ലിന്നാസി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ലഅല്ലഹും യതദക്കറുൻ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാമല്ലോ. ഇതാണ് കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ആയത്ത്. പല ആയത്തുകളുണ്ട്, അതിൽപ്പെട്ട ഒരായത്താണിത്. ഒരിക്കലും ഒരു വിശ്വാസി അവിശ്വാസികളുമായി വിവാഹബന്ധം പാടില്ല. അത് ഇസ്ലാമിൽ പാടേ നിരോധിച്ചതാണ്. ത്രിവാണിയായതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.